இந்த டாய்லெட்டை பாருங்கள். டாய்லெட்ல இருக்கக்கூடிய ஃப்ளஷை பாருங்கள். இந்த ஃப்ளஷருக்குள் நூற்றுக்கணக்கான பிரிண்ட் செய்யப்படாத வோட்டர் அட்டைகள் கண்டெடுக்கப்பட்டிருக்கிறது. மகாராஷ்டிராவில் மராட்டி மொழியில் இந்த அட்டைகளில் எழுதியிருக்கிறார்கள். அதாவது இது மகாராஷ்டிராவிற்காகவே, ஓட்டை திருடுவதற்காகவே, அச்சடிப்பதற்காக, கள்ள ஓட்டிற்காக கொண்டு வந்து ഒളിക്കപ്പെട്ട இந்த അട്ടകൾ. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് മഹാരാഷ്ട്രയിലെ ഒരു വീട്ടിലെ കക്കൂസിൻ്റെ ടാങ്കിൽ നിന്ന് തീട്ടമല്ല കിട്ടിയത്. പകരം കിട്ടിയത് എന്താണ്? നല്ല ഒന്നാന്തരം ID കാർഡ്, വോട്ടേഴ്സ് ID. അതിൽ ഫോട്ടോയും പേരും ഒന്നും അച്ചടിച്ചിട്ടില്ല. എപ്പോഴാണോ എവിടെയാണോ നമുക്ക് തള്ളിക്കയറ്റേണ്ടതെന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ചില ഫോട്ടോസും, അല്ലെങ്കിൽ നമ്മൾ ബ്രസീലിയൻ മോഡൽസിനൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് അതിൽ അടിച്ചു കൊടുക്കും. കൂട്ടത്തിലൊരു പേരിട്ട് കൊടുക്കും. പിങ്കിന്നോ ചിങ്കിന്നോ മങ്കിന്നോ ഒക്കെ പേരിട്ട് കൊടുത്ത് നമ്മൾ ഏതെങ്കിലും മങ്കി, അതായത് വാനരപ്പടയുടെ ഏതെങ്കിലും നേതാക്കൾക്ക് വോട്ടും കൊടുക്കും. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. വെറുതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ മഹാരാഷ്ട്രയിലും കർണാടകയിലും മറ്റ് ഹരിയാനയിലും UP യിലും പിന്നെ വാരാണസിയിൽ വരെ നമ്മൾ ഇതുപോലത്തെ പല ഐഡിയകളെ കാണിച്ചിട്ട് വോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഇനിയും കയറ്റും. ആരടാ ചോദിക്കാൻ എന്നായിരിക്കില്ല നിങ്ങൾക്ക്. പിന്നെ ചോദിക്കാൻ പല ആൾക്കാരും പുറത്തോട്ട് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ വെറുതെ ചോദിച്ച് 4 പേപ്പറിൽ 4 ഇതിൽ വീഡിയോ എന്നങ്ങ് പോകാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തിയിട്ട് ആളുകൾ പുറത്തോട്ട് നല്ല രീതിയിൽ വന്ന് ചോദിച്ച് ഇറങ്ങി തന്നെ വന്നിട്ടുണ്ട്. 272 നമ്മുടെ നേതാക്കളുടെ BJP അല്ലെങ്കിൽ സംഘപരിവാണങ്ങൾ പുറത്തോട്ട് വന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കത്തെഴുതിയ 272 പേരുടെ ഡീറ്റെയിൽസ് എന്ന് വന്നിട്ടുണ്ട്. കണ്ടിരുന്ന നിങ്ങളാരെങ്കിലും? ഓരോ സംഖ്യകൾ ഓരോ വട്ടം BJP ആയതും സംഘപരിവാരങ്ങളായതും അതുപോലെ തന്നെ 1500, 2000, 3000 കോടി വെട്ടിച്ച കേസ് തെളിയാണ്ട് കിടന്ന് ED വന്ന അവസാനം BJP ആയ കൂട്ടത്തിൽ അടക്കം പെട്ട ഒരു 272 നല്ല ഒന്നാന്തരം താങ്കക്കുടങ്ങളായിട്ടുള്ള ചാങ്കി കുട്ടന്മാരാണ് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കെതിരെ കത്തയച്ചത്. ആ കത്തിന് പകരം ഏകദേശം 25 ലക്ഷം ആളുകളുടെ കത്താണ് തിരിച്ച് കോൺഗ്രസിൻ്റെ ഓഫീസിലോട്ട് വന്നത്. ഈ പറഞ്ഞ പരവാണങ്ങളടക്കം സകല വാണങ്ങളിൽ പൂട്ടണേ എന്നും പറഞ്ഞിട്ട്. അത് 25 ലക്ഷം ഇനി 5 കോടി വരെ വരും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മൾ ചോദിച്ചില്ല ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. നമ്മുടെ നിർമ്മല സീതാരാമനെ നമുക്കറിയാലോ അല്ലേ? നമ്മുടെ അതായത് ഒരു വലിയ മോദി ഭക്ത, അന്ധഭക്തയായിട്ടുള്ള നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ. നമ്മുടെ നാട്ടിലെ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളും അദാനിക്കും അംബാനിക്കും മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്കും എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നല്ല ഒന്നാം തരം ചാച്ചി. അപ്പോൾ ചാച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പരകാല പ്രഭാകർ നിങ്ങൾക്കറിയാം അല്ലേ? പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു അന്ധഭക്തനും അല്ലെങ്കിൽ ഒരു മോദി സ്തുതിപാഠകനൊന്നുമല്ല. ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്നൊരു മനുഷ്യനാണ്. പുള്ളി ഇന്ന് കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ 5 കോടിയുടെ കത്തിൻ്റെ കണക്ക് പറയാം. അപ്പം ഇന്ന് പരകാല പ്രഭാകർ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പുള്ളിയുടെ ആരോപണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത വിമർശകരിൽ ഒരാളാണ് പരകാല പ്രഭാകർ അല്ലേ? ഇപ്പോൾ വോട്ട്, അതായത് പോൾ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ വോട്ടുകളേക്കാളും ഏകദേശം 1,77,673 വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എണ്ണിയ സമയത്ത് കൂടുതൽ കണ്ടിട്ടുണ്ട്. ആ കണക്കുകൾ നമ്മളിനി പറയാൻ പോവാണ്. പുള്ളിയുടെ വാദങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് വോട്ടർമാരുടെ എണ്ണത്തിലുള്ള തിരുത്ത്. SIR പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെ വോട്ടർമാരുടെ എണ്ണം 2 തവണ തിരുത്തിയിട്ടുണ്ട്. നമ്മളത് തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ട്. അതായത് 2025 സെപ്റ്റംബർ 30 കണക്കാണ് ഈ 7,42,00,000 എന്നുള്ളത് ഒരു അനുമാന കണക്ക്. അത് കഴിഞ്ഞ് വീണ്ടും തിരുത്തി എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞത്. ഏകദേശം 7,45,26,858. ഇനി പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് 67.13%. ഇതനുസരിച്ച് ചെയ്യേണ്ട വോട്ടുകളുടെ കണക്ക് 5,29,880. ഇതായിരുന്നു കോട്ട്. പക്ഷേ എണ്ണം പുറത്തു വിട്ടപ്പം ഇലക്ഷൻ കമ്മീഷൻ ചെറിയൊരു പാളിച്ച വന്നിട്ടുണ്ട്. എന്നാൽ 243 മണ്ഡലങ്ങളിൽ നിന്നും ആകെ കിട്ടിയ വോട്ടിൻ്റെ കണക്ക് വന്നപ്പം 5,07,553 വോട്ടായിട്ടുണ്ട്. ആ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 1,77,673 വോട്ടുകൾ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് SIR ഒരിക്കൽ തിരുത്തി നമ്മൾ 7,42,000 ചോദ്യം ചെയ്തപ്പം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഒരു വട്ടം കൂടെ തിരുത്തിയിട്ടുണ്ട്, 7,45,000 ആക്കി. ഇനി അതിൻ്റെ 67.13% വോട്ട്
ആദ്യം പെർസെൻറ്റേജ് വിട്ടു. അങ്ങനെ വന്ന സമയത്ത് ഇത്ര 5 കോടി സംതിങ് വോട്ട് വേണം. അവസാനം വോട്ടിൻ്റെ നമ്പർ പുറത്തു വിട്ട് ഈ 67.13% നമ്മൾ കണക്ക് നോക്കുന്ന സമയത്ത് 1,77,000 വോട്ട് എക്സ്ട്രാ ഉണ്ട്. ഇത് മതി. ഓരോ സ്ഥലങ്ങളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ NDA സഖ്യം ജയിച്ചു എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ 1000 വോട്ട്, 2000 വോട്ട്, 3000 വോട്ടാണ്. ഇങ്ങനത്തെ കണക്ക് വെച്ചങ്ങ് നോക്കുമ്പം 1,77,000 വോട്ട് മതി. ഏകദേശം 200ഉം 250 വരെ സീറ്റൊക്കെ വേണമെങ്കിൽ നമ്മുടെ അമ്പ്രാൻ പിടിക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ അമ്പ്രാൻ കുത്തിക്കയറ്റി നമ്മൾ കക്കൂസിൽ നേരത്തെ കണ്ട ടൈപ്പ് പല വോട്ടർ ഐഡികളും ബ്രസീലിയൻ മോഡൽസും ഇതിൻ്റെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സുഖകരമായിട്ട് ഏത് സംസ്ഥാനം നമ്മുടെ എണ്ണം പിടിക്കും, 56 ഇഞ്ച് പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അപ്പം ഇതാണ് പരകാല പ്രഭാകർ ഇന്ന് പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒരു കാര്യം. പലരും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്, പലരും പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടു, അതായത് മോദിജിയുടെ മുഖത്ത് വരെ കരിയോല ഒഴിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി പത്രം ഉണ്ടായിരുന്നു. ഇന്നിവിടെ അരുണാചൽ പ്രദേശിൽ മറ്റ് പല സ്ഥലങ്ങളിലും മോദിക്കൊന്നും നിൽക്കക്കള്ളില്ല. കരിയോല അങ്ങനെ മൊത്ത് തേച്ചുകൊണ്ടേയിരിക്കുന്ന കുറേ വീഡിയോസൊന്നും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു മാറ്റമില്ല. കുറേ ആൾക്കാർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. വെറുതെ വീഡിയോ കണ്ട് രോക്ഷാകുലരായിട്ട് ഈ മറ്റേ കമൻറ്റ് തൊഴിലാളികളുണ്ട്, നമ്മുടെ സംഘിക്കൂട്ടങ്ങളുടെ തെറി പറയുന്ന കുറേ കമൻറ്റോളികളുണ്ട്. നമ്മുടെ ഇതിൻ്റെയൊക്കെ താഴത്ത് കാണാം. ഒരു 5 പൈസ ഇല്ല, പട്ടിണി കിടന്ന് തെണ്ടിത്തിരി തീട്ടം തന്ന് ജീവിക്കുന്നതായിട്ടുള്ളതായിരിക്കും. എങ്കിലും കമൻറ്റിലൊന്നും ഒരു കുറവുണ്ടാവില്ല. മോദി ഭക്തത വാരി വെതറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അവന്മാരോടൊക്കെ വായിലടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ കരിയാണെന്ന് പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഈ ഈ ചെറ്റത്തരം മൊത്തം ചെയ്തത് കണ്ടേ ഈ സംഖ്യക്ക് ഇപ്പം സത്യത്തിൽ സംഖ്യ തന്നെ എന്താണെന്നുള്ളൊരു അവസ്ഥ അവർക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ വെറും ചാണകങ്ങളായി പോയല്ലോ തമ്പുരാനെ, ചാണക സംഖ്യകളായി പോയല്ലോ എന്നുള്ള ചിന്തയിൽ കമൻ്റ് ഇട്ട് പോകുന്ന ആൾക്കാരെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പം അതാണ് ഒരു സംഭവം. ഇനി നമ്മൾ വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഇതാണ് കണ്ടു നോക്കും. അതായത് കോൺഗ്രസിൻ്റെ ഓഫീസിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 272 നല്ല 1ാം ക്ലാസ് സംഘിക്കുട്ടന്മാർ വിട്ടൊരു ലെറ്റർ ഉണ്ടായിരുന്നല്ലോ. മൊത്തം കളവും ചെയ്ത്, അതായത് സർവീസിലിരുന്ന സമയത്ത് IAS-ഉം IPS-ഉം ജഡ്ജിമാരും ഒക്കെ ആയിരുന്നു. ഇവന്മാരെല്ലാവരും കൂടെ ചെയ്ത എല്ലാ ചെറ്റത്തരങ്ങളും വെളുപ്പിച്ച് BJP-യുടെ അണ്ടറിലോട്ട് എടുത്തിട്ടുള്ള കുറേ സംഘ അടിമകളാണ്. ഈ അടിമകൾ വിട്ട 1,46,00,000 കോടി ഉള്ള ഇന്ത്യയിൽ ഈ 272 എണ്ണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വർത്തമാനം പറഞ്ഞത്. ബാക്കി എല്ലാവരും തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ വോട്ടുകളത്തിനെ പറ്റി. അപ്പം ഇവന്മാർക്കെതിരെ 25 ലക്ഷം ആളുകൾ സൈൻ ചെയ്ത ഒരു വലിയ പെറ്റീഷനാണ് കോൺഗ്രസിൻ്റെ ഓഫീസിലോട്ട് വന്നത്. അത് വന്നത് വെറുതെ ഒന്നുമില്ല, നല്ല ഒന്നാന്തരം ബാലറ്റ്. ഇവന്മാർ വോട്ട് കക്കുന്ന നമ്മുടെ EVM മെഷീനും മറ്റ് ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഈ പെട്ടിയിലാണ് ഇതെല്ലാം കൂടെ കയറ്റി വിട്ടത്. ഇനി 20 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ഡിസംബർ 16-17 രാംലീല മൈതാനത്തിൽ വലിയൊരു റാലി വരുന്നുണ്ട്. അങ്ങോട്ട് മൊത്തം റാലികളൊക്കെ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ പല ഭാഗത്തും. ആൾക്കാരെ മടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുക. ആൾക്കാർ ഒരു തുടക്കം കിട്ടാൻ വേണ്ടി കത്തിക്കണം. അത് മിക്കവാറും രാംലീല മൈതാനത്തിലായിരിക്കും ആ തുടക്കം. അതോടുകൂടി 5 കോടി ആളുകളെങ്കിലും ഇങ്ങനെ അവരുടെ സിഗ്നേച്ചറായിട്ട് കത്തുകളാണ് രാഹുൽ ഗാന്ധിക്ക് എഴുതാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പം 272 കത്തുകൾക്ക് പകരം 5 കോടിയാണ് സ്റ്റാർട്ടിങ്. പിന്നെ അത് 5 കോടിയുള്ളത് 10ഉം 20ഉം 30ഉം 40ഉം കോടികളാവും. നമ്മുടെ രാജ്യത്തെ 140 ഒരു 10 അല്ലെങ്കിൽ ഒരു 20 കോടി ചങ്കി കുട്ടന്മാരങ്ങോട്ട് മാറി നിന്നാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇതിനെതിരെ തിരിയുകയും ചെയ്യും. അവസാനം നാണം കെട്ട് നമ്മുടെ 56 ഇഞ്ച് കാറ്റ് പോയി വെറും 2 ഇഞ്ചായിട്ട് കുറയുന്നത് നമ്മൾ അധികം വൈകാണ്ട് കാണും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത്. ആൾക്കാർ ഇളകിയിട്ടുണ്ട്. ഇത്രയും കാലം വെറുതെ പറഞ്ഞ പോലെ ഒന്നുമല്ല. ആൾക്കാർ ജൻസീനെ ഇളക്കി വിട്ടതൊന്നുമല്ല.
എല്ലാം മൂത്തതും ഇളയതും ജെൻസിയും എല്ലാം പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതാണ് നമ്മൾ മോദിജിയുടെ മുത്ത് കരിയോല വയ്ക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ മോദിജി ഈ പറഞ്ഞ ബ്രസീലിയൻ മോഡലിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നിൽക്കുന്നതും, പിന്നെ നമ്മുടെ ഗ്യാനേഷ് കുമാറിനെ മറ്റേ വള്ളി ട്രൗസർ കാവിക്കളസം ഇട്ടിട്ട് നടത്തിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. എല്ലാം ആൾക്കാർ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം.